മുഖ്യമന്ത്രി തന്നെ അങ്കത്തട്ടിലേക്ക് ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾക്കായി ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന രാവിലെ 10 മുതൽ വൈകിട്ട് വരെ 5 മണി വരെ നീളുന്ന CPIM-ന്റെ ജില്ലാ നേതൃയോഗം സാധാരണ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടി നിയമസഭാ മണ്ഡലം കമ്മിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള മണ്ഡലം സെക്രട്ടറിമാരുൾപ്പെടെ കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലം സെക്രട്ടറിമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഇവരുടെ എല്ലാം യോഗത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രി തന്നെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് 10 മണിക്ക് CPIM DC ഓഫീസിലേക്ക് എത്തും. അവിടെ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന്റെ അജണ്ട തിരഞ്ഞെടുപ്പ് മാത്രമാണ്. തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ്, സാധ്യത, സാഹചര്യം. ഈ യോഗത്തിലേക്ക് മുഖ്യമന്ത്രി വരുന്നത് കേരളത്തിൽ കൃത്യമായൊരു പഠനം പാർട്ടി നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ്, അതിനെ മന്ത്രിമാർ വിളിച്ചത് മന്ത്രിമാർക്കുള്ള ക്ലാസ് എന്നാണ്. 3 മണിക്കൂർ മുഖ്യമന്ത്രി കേരളത്തിലെ വിവിധ മണ്ഡലങ്ങൾ, വിവിധ ജില്ലകൾ എടുത്തുകൊണ്ട് ചെയ്യേണ്ടത്, ചെയ്യാൻ പറ്റാതിരുന്നത്, വീഴ്ചകൾ, പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവിൻ്റെ ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ഉണ്ടായത്. ആ സ്പെഷ്യൽ ക്യാബിനറ്റിൽ അതിൽ 110 എന്ന ടാർഗറ്റ് നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ടാർഗറ്റ് കോഴിക്കോട് 13 മണ്ഡലത്തിലും വിജയിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് CPIM ഉള്ളത്. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ, ആസൂത്രണങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോടേക്ക് എത്തിയിരിക്കുന്നത്.